എമ്പുരാനെതിരെ വീണ്ടും ഓർഗനൈസർ. സിനിമയുടെ ആഖ്യാനം ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് ആവർത്തിച്ച ഓർഗനൈസർ. ഒരു വിഭാഗത്തിന് നേരെയുള്ള ഏകപക്ഷീയ ആക്രമണമാണ് സിനിമ. തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ് എമ്പുരാനെന്നും ഓർഗനൈസറിൽ വിമർശനം. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, തുടർച്ചയായുള്ള ആക്രമണം എമ്പുരാന് നേരെ ഓർഗനൈസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. സിനിമയുടെ ആഖ്യാനം ഭിന്നിപ്പുണ്ടാക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ഓർഗനൈസറുടെ പുതിയ ആരോപണം. എന്തൊക്കെയാണ് ലേഖനത്തിലെ മറ്റു വിവരങ്ങൾ? ആര്യ, എമ്പുരാനെതിരെ വീണ്ടും ആക്രമണവുമായി അല്ലെങ്കിൽ വിവാദ പരാമർശങ്ങളുമായി ഓർഗനൈസർ RSSന്റെ മുഖവാരിക ഓർഗനൈസർ രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നും തന്നെ ഈ ലേഖനത്തിലും പറയുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് സിനിമയുടെ ആഖ്യാനം സംബന്ധിച്ച് ചില വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഏകപക്ഷീയമായ ആക്രമണമാണ് സിനിമ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വർഗീയത വളർത്തുന്നതാണ്. മാത്രമല്ല, തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണ മറ്റ് രംഗങ്ങളും പശ്ചാത്തലവും ഒക്കെയും സിനിമയുടെ ഭാഗമായി കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, സർക്കാർ വിരുദ്ധ വികാരമാണ് സിനിമ സൃഷ്ടിക്കുന്നതെന്നും ദേശീയ അന്വേഷണ ഏജൻസികളെ ഏറ്റവും മോശമായ രീതിയിലാണ് സിനിമ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ഈ ഓർഗനൈസർ പുറത്തുവിട്ട പുതിയ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ഓർഗനൈസർ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം തീവ്രവാദിയുടെ സ്വഭാവമുള്ളതാണെന്നും മാത്രമല്ല മറ്റ് മയക്കുമരുന്ന് സംസ്കാരം വളർത്തുന്ന ഒരു സിനിമ എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ എമ്പുരാനെതിരെ ഓർഗനൈസർ രംഗത്ത് വന്നിട്ടുള്ളത്. ദേശീയ ചിഹ്നങ്ങളോടും സ്ഥാപനങ്ങളോടും അനാദരവ് കാണിച്ചിട്ടുണ്ട് സിനിമയിൽ. ഇത്തരം സിനിമകളുടെ ഫണ്ടിംഗ് സംബന്ധിച്ച അന്വേഷണം കൃത്യമായി നടത്തണം, അതാണ് ഇതിനെതിരെ ആദ്യ പടി എന്ന രീതിയിൽ ചെയ്യേണ്ടത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഓർഗനൈസർ നടത്തിയിട്ടുള്ളത്. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ചില സിനിമകളെ കൂടി ഈ ലേഖനത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. മമ്മൂട്ടി ചിത്രമായിട്ടുള്ള ഭീഷ്മപർവം, ഉണ്ട എന്നീ സിനിമകളെയും ഓർഗനൈസറിൽ പരാമർശിക്കുകയാണ്. ഉണ്ട എന്ന സിനിമ മാവോയിസത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ഭീഷ്മപർവത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മൊത്തത്തിലുള്ള സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ ആകമാനം ആക്രമിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ മലയാളത്തിലെ മുഴുവൻ സിനിമകളും ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം പശ്ചാത്തലത്തെ ആധാരമാക്കിയാണ് മലയാളത്തിലെ മിക്ക സിനിമകളും ചെയ്തിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം കൂടി ഈ ഓർഗനൈസറിന്റെ ഈ പുതിയ ലേഖനത്തിൽ കടന്നു വരുന്നുണ്ട്. എമ്പുരാനെതിരെ വിവാദം എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുമ്പോഴും മറ്റ് സിനിമകളെ കൂടി പരാമർശിച്ചു പോകുന്ന ഒരു പ്രവണത കൂടി ഇത്തവണ എമ്പുരാനെതിരെ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ഓർഗനൈസർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും സ്വാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞതിൽ പുതുതായി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ തന്നെ കൂടുതൽ ആക്രമണം അതിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് ഈ ഓർഗനൈസർ ലേഖനത്തിൽ. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം RSS മുഖവാരികയായ ഓർഗനൈസറുടെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആര്യ, തീർച്ചയായും ഈ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഓർഗനൈസർ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പം ED അന്വേഷണം അടക്കം വരുന്ന തരത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ പോകുന്ന ഒരു നടപടിയിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് വീണ്ടും എമ്പുരാനെതിരെ ഇതേ വിഷയങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് RSSന്റെ മുഖവാരിക ഓർഗനൈസർ രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള ചരിത്ര സംഭവങ്ങളാണ് ഈ സിനിമയിൽ പശ്ചാത്തലമായി വന്നത്. അത് തുടക്കം മുതൽ തന്നെ BJPയെയും കേന്ദ്ര സർക്കാരിനെയും വലിയ തരത്തിൽ അലോസരപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് സംഘപരിവാറിന്റെ കടന്നാക്രമണം ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ ആരോപണങ്ങൾ ഈ സിനിമയ്ക്കെതിരെ ഉന്നയിക്കുകയാണ്. പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് പറയുന്നു. പിന്നെ ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു ആക്രമണം ഹിന്ദു മതത്തിനെതിരെ നടത്താനുള്ള ശ്രമമാണ് സിനിമ എന്ന് തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങളൊക്കെയും വീണ്ടും ഈ ലേഖനത്തിലൂടെ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരി, സ്വാതി സന്തോഷാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.